കലാഗ്രാമം എന്നറിയപ്പെടുന്ന വെള്ളിനേഴിയുടെ ചരിത്രമുറങ്ങുന്ന ഒളപ്പമണ്ണ മന. 350 വർഷ പഴക്കമുള്ള ഈ മന പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പുരാതന ബ്രാഹ്മണ ഇല്ലങ്ങളിലൊന്നാണ് ഈ മന. ഏകദേശം 20 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു. മനയുടെ പ്രധാന കെട്ടിടം 8 കെട്ടാണ്. എല്ലാ ദിശയിലും 2 വീതം വിശാലമായ ഹാളുകളുണ്ട്. കഥകളി, വേദം, സംസ്കൃതം, സാഹിത്യം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ ഒത്തിരി സംഭാവനകൾ ഒളപ്പമണ്ണ മന നൽകിയിട്ടുണ്ട്. മനയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പാലക്കാട് ജില്ലയിലെ 32 ക്ഷേത്രങ്ങളുണ്ട് ഇതിൻ്റെ അണ്ടറിൽ. അതിൽ ഇതൊക്കെ പ്രൈവറ്റാണ്, ബാക്കിയൊക്കെ കമ്മിറ്റിക്കാർ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ ദേവി പ്രസാദ് ട്രസ്റ്റിലാണത് അറിയപ്പെടുന്നത്. ദേവി ഇതിനകത്തുണ്ട്. ദേവി പ്രസാദ് ട്രസ്റ്റാണ് നടത്തുന്നത്. അവർ ഫാമിലി ട്രസ്റ്റാണ്. പഴം തമിഴ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. വിശാലമായ നടുമുറ്റമുണ്ട് ഇവിടെ. തെക്കുഭാഗത്തെ തെക്കിണിയിലാണ് പൂജകളും മറ്റു കർമ്മങ്ങളും നടത്തപ്പെട്ടിരുന്നത്. അവിടെ വെച്ചാണ് കളംപാട്ടുകളും നടത്തിയിരുന്നത്. കിഴക്കുദിശയിലെ കിഴക്കിണിയിലായിരുന്നു ഭക്ഷണശാല. ആഹാരം കഴിക്കുന്നതിനായും കൂടാതെ പുരുഷന്മാർ വിശ്രമിക്കുന്നതിനായും ഈ കിഴക്കിണി ഉപയോഗിച്ചിരുന്നു. ഇതിനോട് ചേർന്ന് വരുന്ന അടുത്ത ഭാഗമാണ് പാചകശാല. ഭക്ഷണത്തിനായി ഒരുപാട് പേരുണ്ടായിരുന്നതിനാൽ ധാരാളം ഭക്ഷണം പാചകം ചെയ്തിരുന്നു. അന്നുപയോഗിച്ചിരുന്ന അമ്മിക്കല്ല്, അടുപ്പ് തുടങ്ങിയവയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. അടുക്കളയോട് ചേർന്ന് ഒരു കിണറും കാണാം. കിണറിന്റെ 2 വശത്തു നിന്നും വെള്ളം എടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. വെള്ളം എടുക്കുക എന്നതിലുപരി ആ ചക്രത്തിന്റെ ശബ്ദ സഹായത്താലാണ് അന്നവർ സമയം തിരിച്ചറിഞ്ഞിരുന്നത്. 6-ാം തമ്പുരാനിൽ മഞ്ജു വാര്യർ വെള്ളം കോരിയ കിണറാണ് ഇത്. പ്രധാന കെട്ടിടത്തിന്റെ ചുറ്റുഭാഗമുള്ള കെട്ടിടങ്ങളുടെ താഴ്ഭാഗം ധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിനായുള്ള പത്തായ പുരകളും മുകൾ ഭാഗം താമസത്തിനുമായി ഉപയോഗിച്ചിരുന്നു. പ്രധാന കെട്ടിടത്തിന്റെ വടക്കുഭാഗത്തായൊരു കുളവും സ്ഥിതി ചെയ്യുന്നു. കുളത്തിന്റെ മേൽക്കൂര വളരെ താഴ്ത്തിയായിരുന്നു നിർമ്മിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ സ്വകാര്യത മാനിച്ചാണ് ഇങ്ങനെ പണിതിരിക്കുന്നത്. കളിൽ നമ്മിൽ ഭയത്തിന്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ എത്തിച്ച വിനയന്റെ ആകാശഗംഗ, എന്നു നിന്റെ മൊയ്തീൻ, 6-ാം തമ്പുരാൻ, ദ്രോണ, നരൻ, നരസിംഹം എന്നിങ്ങനെ ഒട്ടേറെ സിനിമകൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഋഗ്വേദം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയ OMC നാരായണൻ നമ്പൂതിരിപ്പാട്, മഹാകവി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, കവി OM അനുജൻ, കുട്ടികളുടെ പ്രിയങ്കരിയായ കഥാമുത്തശ്ശി സുമംഗല ഇവരെല്ലാം ഈ മനയിൽ ജനിച്ചു വളർന്നവരാണ്. സിനിമ, സീരിയൽ ഷൂട്ടുകളും മറ്റ് ഔട്ട്ഡോർ ഷൂട്ടുകളുടെയും കൂടി വളരെ പ്രൊഡക്റ്റീവായി ഒളപ്പമണ്ണ മന ഇന്നും അതിന്റെ പ്രൗഢി നിലനിർത്തി വരുന്നു. പഴം തമിഴ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു